ബാലേട്ടൻ ബ്രാഞ്ച് സെക്രട്ടറി ആയപ്പോഴാണ് അതിലാണ് ഞാൻ പാർട്ടി മെമ്പറായിട്ട് വരുന്നത്. അടിയന്തരാവസ്ഥൻ്റെ തൊട്ടു മുമ്പാണ് പാർട്ടി ഗ്രൂപ്പിൽ വരുന്നതാണ് എൻ്റെ ഓർമ്മ. എൻ്റെ കൂടെ അന്ന് വൻകണയിലെ സഹദേവൻ സഖാവ്, പിന്നെ കളത്തിൽ മോഹനുണ്ടായിരുന്നു. മോഹന് എന്നെക്കാട് വയസ്സ് കുറവാണ്. മോഹൻ അന്ന് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 3 സഖാക്കളുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയിലടക്കം ഞങ്ങൾ കാരംസ് ബോർഡ് പാർട്ടി ഓഫീസിന് മുകളിൽ അവിടെ ഇരുന്നിട്ടായിരുന്നു ഗ്രൂപ്പ് ഒക്കെ നടത്താറ്. പിന്നീട് പാർട്ടി പ്രവർത്തനം അടിയന്തരാവസ്ഥയുടെ ആ സന്ദർഭത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സന്ദർഭമാണ്. അടിയന്തരാവസ്ഥയിൽ പിന്നെ ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വീട്ടിലിരുന്ന് മഷി ഗുളിക ചാലിച്ചിട്ട് കൊലച്ചിലുകൊണ്ട് എഴുതുന്നത്. അന്നൊക്കെ സമ്പ്രദായം അങ്ങനെയാണ്. ചുമരൊക്കെ എഴുതാൻ വരെ 100 കൊണ്ട് വലിച്ചിട്ട് എഴുതുക. അടിയന്തരാവസ്ഥ അറബിക്കടൽ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുതിരപ്പന്തി എന്ന് പറയാം. കുതിരപ്പന്തി എന്ന് പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ ഞാനും കേട്ടിനെ കൂട്ടിയിട്ടാണ് വന്നത്. കേട്ടിയെന്ന പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടിനെ കൂട്ടി ഞങ്ങൾ 2 സഹാക്കളും. ബാലേട്ടൻ ആ സമയത്തുണ്ട്. ബാലേട്ടൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, നിങ്ങളത് സൂക്ഷിക്കണമാണ്, ഇവിടെ പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു. ബാലേട്ടൻ ഞങ്ങൾ പോലീസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പോലീസ് ജീപ്പിട്ട് ഞങ്ങൾ ഓടി. ഞാനും കേട്ടി ഓടി നേരെ പുതിയടപ്പുറം വരും. ബാലേട്ടനെ പോലീസ് കൊണ്ടുപോയി. ബാലേട്ടനെ പോലീസ് കൊണ്ടുപോയിട്ട് പുലർച്ചയ്ക്ക് നമ്മുടെ ചുരത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ ഊരി ട്രൗസർ മാത്രമായിട്ട് സഖാവിന് വിട്ടു. എന്നാൽ അങ്ങനെ ആയിരുന്നു. എല്ലാവരും വണ്ടിയിൽ നിന്ന് കുറേ ആളുകളെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിട്ടുന്ന സ്ഥിതി. ഞങ്ങളെന്ന് രക്ഷപ്പെട്ടു. പിന്നീട് നമ്മളുണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ഇന്ദിരാഗാന്ധി കോഴിക്കോട് വന്നു. കോഴിക്കോട് മാനാഞ്ചിറയിൽ കോൺഗ്രസിൻ്റെ വലിയൊരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ പാർട്ടി തീരുമാനിച്ചു, പാർട്ടി മാത്രമല്ല അന്നത്തെ മുന്നണിയിൽ സംഘടനാ കോൺഗ്രസ് ഉണ്ട്, ജനസംഘം എന്ന് പറയുന്നത് സംഘടന ജനതാ പാർട്ടിയിലാണുള്ളത്, മൊറാർജി ദേശായി ഒക്കെ ഉള്ള ആ ഒരു മുന്നണിയുടെ ഇതിൽ പ്രകടനം തുടങ്ങി. ദേശാഭിമാനീൻ്റെ അവിടെ നിന്ന് ജാഥ പുറപ്പെട്ടു. നമ്മൾ പാർട്ടിക്കാരൊക്കെ അവിടെ കേന്ദ്രീകരിച്ചു. നല്ല മുളവടിയായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. മുതലക്കുളത്ത് ജാഥ എത്തുന്ന സമയത്ത് മാനാഞ്ചിറയിലെ കോൺഗ്രസ്സുകാർ കല്ലെറിഞ്ഞു. ജാഥക്ക് കല്ലെറിഞ്ഞപ്പം പോലീസ് ലാത്തി വീശി ഊട്ടി. പോലീസ് അതിൽ മുമ്പിൽ നയിച്ചിരുന്നത് പാർട്ടി നേതാവ് ചന്ദ്രശേഖരക്കുറുപ്പ്, എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ എം കമലൊക്കെ ജാഥയിലുണ്ട്. മുന്നണിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആൾക്ക് പരിക്ക് പറ്റി. ഈ KT മുഹമ്മദ് കോയനെ കാണാനില്ലാണ്ടായി. സഹദേവനെ കണ്ടില്ല. ബാലേട്ടനും ഞാനും അങ്ങനെ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞവർ പോയി ബീച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ കണ്ടു. KTക്ക് നല്ല പരിക്ക് ചെറിയ പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. KT മുഹമ്മദിൻ്റെ എഴുത്തുകാരൻ KT മുഹമ്മദ്, നാടകക്കാരൻ KT മുഹമ്മദിൻ്റെ മരുമകൻ KT മെഹമൂദ് എന്നൊരാളുണ്ട്. അദ്ദേഹത്തിനാണ് ഗുരുതരമായ പരിക്ക് പറ്റി. അദ്ദേഹം ജാഥ കാണാമെന്നായിരുന്നു. പക്ഷെ അത് KTക്ക് പേരിലാണ് വന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ അതിങ്ങനെ. പിന്നെ അത് അടിയന്തരാവസ്ഥൻ്റെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ അന്ന് ഉള്ള ആളുകൾ എന്തിനും തയ്യാറായിട്ട് പോകുന്ന ആളുകളായിരുന്നു സമരരംഗത്തൊക്കെ. പിന്നെ പൊതുവേ ബാലേട്ടൻ ബ്രാഞ്ച് സെക്രട്ടറി ഞങ്ങൾ പാർട്ടിയിൽ സഖാവിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാ കുടുംബ പ്രശ്നങ്ങളിലും ഇടപെടുന്നത്. അതിൽ ബാലേട്ടൻ മധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് മധ്യസ്ഥത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബാലേട്ടനായിരിക്കും. ബാലേട്ടൻ ഒരു നേതൃത്വം ഏറ്റെടുത്താൽ അദ്ദേഹത്തിനൊരു ചുട്ടവട്ടുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. മറ്റുള്ള സഖാക്കളൊക്കെ ഞാൻ പറയാം, VM ശ്രീധരേട്ടൻ്റെയും പരമേശ്വരമ്മൂൻ്റെ ഒക്കെ ശിക്ഷണത്തിലാണ്, മൊയ്തുട്ടിക്കേൻ്റെയും ഒക്കെ ശിക്ഷണത്തിലാണ് ബാലേട്ടനും അതുപോലെ തന്നെ നമ്മളൊക്കെ വന്നിട്ടുള്ളത്. അന്നത്തെ പഴയ സഖാക്കളൊക്കെ വന്നിട്ടുള്ളത്. പുതിയങ്ങാടി സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ചാണ്. നമുക്കൊരു സഹകരണ പ്രസ്ഥാനം ഇവിടെ വേണം എന്നുള്ളത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന സംഗതിയാണ്. എടക്കാട് ഐക്യനാണയ സംഘം വരുന്ന പ്രസ്ഥാനം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഒരു സ്റ്റോർ നമ്മുടെ പുതിയങ്ങാടി ചാലിലുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, ഒരു സഹകരണ സ്റ്റോർ. അത് പുനരുജ്ജീവിപ്പിച്ചു. അത് പിന്നെ തീരെ ഇല്ലാണ്ടായിട്ടില്ല. അത് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണ് പുതിയങ്ങാടി സർവീസ് സൊസൈറ്റി തുടങ്ങി പിന്നെ സഹകരണ ബാങ്ക് എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അതിൽ സഖാവ് M ദാസനായിരുന്നു, MLA ആയിരുന്നു. സഖാവ് വളരെയധികം താല്പര്യം എടുത്തു. പിന്നെ മരിച്ചുപോയിട്ടിലൊക്കെ നമ്മുടെ ക്രിസ്റ്റഫർ ബാബുവേട്ടൻ തുടങ്ങി VM ശ്രീധരേട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ വളരെയധികം സഹായിച്ചു. അങ്ങനെ നമുക്കൊരു സൊസൈറ്റി വന്നു. ആ സൊസൈറ്റിയാണ് ഇന്ന് പുതിയങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് എന്ന പ്രസ്ഥാനമായി വളർന്ന് പന്തലിച്ചത് എന്നുള്ളത് അതൊരു ചാരിതാർത്ഥികമായിട്ടുള്ള ഒരു വസ്തുതയാണ്. വളരെ സന്തോഷമുണ്ട്. അത് ശ്രീധരേട്ടൻ പ്രസിഡൻറ്റും ബാലേട്ടൻ വൈസ് പ്രസിഡൻ്റായിട്ടാണ് തുടക്കത്തിൽ. പിന്നീട് ബാലേട്ടൻ പ്രസിഡൻറ്റും ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് ആ ബാങ്ക് തുടർന്നു. ഇന്നും ഓർമ്മിക്കാൻ പറ്റുന്ന
കൂടുതൽ സഖാവിന് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലെങ്കിൽ പോലും സഖാവ് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമെടുത്ത് തനിക്കറിയുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ ഒരു പാഠമായി സഖാവിനെ നമുക്ക് എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ, നല്ല ഓർമ്മകൾ ഞാനിവിടെ സ്മരിക്കുകയാണ്.